എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അടിയൊഴുക്കുകളാണല്ലോ ആത്യന്തികമായിട്ട് ആ റിസൾട്ടിനെ തീരുമാനിക്കുക. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ്സിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 21 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ 99 സീറ്റുകൾ നൽകി CPM വീണ്ടും അധികാരത്തിലെത്തിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം ഉണ്ടായത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഈ മുകൾ തട്ടിൽ കാണുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കണമെന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തീരുമാനിക്കുന്നത്. പല ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരിക. ആ അർത്ഥത്തിൽ അടിയൊഴുക്കുകൾ നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വരവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും ആ മണ്ഡലത്തിൽ സ്വതവേ UDFനുള്ള ആധിപത്യവും. ആ ആധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ചു വരും. പാലക്കാട് നിശ്ചയമായും ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ.